ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പഠന വൈകല്യത്തെ കുറിച്ചാണ്, അഥവാ ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു പഠന വൈകല്യം നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവമാണ്. ഇപ്പോ ആളുകൾക്ക് ഇപ്പോ മനുഷ്യന്മാരായാലും മൃഗങ്ങളായാലും ശാരീരികമായും മാനസികമായും പ്രശ്നങ്ങൾ വരാം. പക്ഷെ അധികമൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വൈകല്യമാണ് പഠന വൈകല്യം അഥവാ ലേണിംഗ് ഡിസബിലിറ്റി. അപ്പോ പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക്, ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കുട്ടിക്കോ എഴുതാനോ വായിക്കാനോ അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൈകാര്യം ചെയ്യാനോ കഴിവില്ലായ്മയാണ് പഠന വൈകല്യം എന്ന് പറയാം. അപ്പൊ അവർക്ക് ഈ സാധാ കുട്ടികളെ പോലെ പഠിച്ചെത്താൻ കഴിയില്ല, അല്ലെങ്കിൽ പഠിച്ചു മനസ്സിലാക്കാൻ കഴിയില്ല. അവരെ പോലെ എത്ര പഠിച്ചാലും തന്നെ നമുക്ക് ആ കുട്ടികൾക്ക്, പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് റിസൾട്ട് കിട്ടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും. അതായത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ. അപ്പോ നമ്മളൊക്കെ വിചാരിക്കും ഈ പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് ബുദ്ധി കുറവായിരിക്കുമെന്ന്. അപ്പോ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ഇങ്ങനെ കേട്ടിട്ടാണല്ലോ വളർന്നത്. അതായത് കൂടുതൽ പഠിക്കുന്നവർക്ക് കൂടുതൽ ബുദ്ധി എന്ന രീതിയിലാണല്ലോ നമ്മൾ കേട്ടു വളർന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും പഠന വൈകല്യമുള്ളവർക്ക് ബുദ്ധി കുറവായിരിക്കുന്നു. എന്നാൽ അത് ഒട്ടും നിർബന്ധമില്ല. ഈ ബുദ്ധി ഇപ്പോ ഇന്റലിജൻസും ലേണിംഗ് ഡിസബിലിറ്റിയും ആയിട്ട് വലിയ ഒരു ബന്ധമൊന്നുമില്ല. ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ഇന്റലിജൻസ് കുറവായിക്കൊള്ളണമെന്നില്ല. ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിട്ടും അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള പല പ്രതിഭകളും ഉണ്ട്. ഇപ്പൊ ഐൻസ്റ്റീനെ പോലെയുള്ള ആളുകളൊക്കെ അങ്ങനെയാണ്. ഈ ഒരു പഠന വൈകല്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോ പഠിച്ചിട്ട് മാർക്ക് കിട്ടാത്ത എല്ലാവർക്കും പഠന വൈകല്യമുണ്ട് എന്നല്ല. ഇപ്പോ നോർമലായിട്ടൊരു കുട്ടി പഠിക്കുന്നത് ഒരാളെ കൊണ്ട് പഠിച്ചെത്താൻ കഴിയുന്നില്ല, എത്ര പഠിച്ചാലും പഠിച്ചെത്താൻ കഴിയുന്നില്ല. അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് പഠന വൈകല്യം ഉണ്ട് എന്നാണ്. ലൈക്ക് ഇപ്പൊ ഒരു ആൽഫബറ്റ് നമ്മൾ പഠിക്കുകയാണ്. ആൽഫബറ്റ് സാധാരണ LKG UKG അല്ലെങ്കിൽ കൂടിപ്പോയ രണ്ടാം ക്ലാസ് എത്തുമ്പോഴേക്കും നമ്മൾ മുഴുവൻ ആൽഫബറ്റും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും അല്ലെങ്കിൽ വേറെ ഏത് ലാംഗ്വേജാണ് നമ്മൾ എടുത്തുവെച്ചാൽ ആ ലാംഗ്വേജിലെ ആൽഫബറ്റ് നമ്മൾ ചുരുങ്ങിയത് രണ്ടാം ക്ലാസ്സിലെങ്കിലും നമ്മൾ പഠിച്ചെത്തി കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഒരു 10 വയസ്സായിട്ടും നമ്മൾ ആൽഫബറ്റ് തുടക്കം മുതലേ പഠിച്ചെത്തുന്നില്ലെങ്കിൽ അതൊരു ലേണിംഗ് ഡിസബിലിറ്റിയാണ്. ഇതിപ്പോ ആൽഫബറ്റിന്റെ കാര്യം മാത്രമല്ല, പല കാര്യങ്ങളും. ഇപ്പൊ ചിലർക്ക് ആൽഫബറ്റ്സ് ആയിരിക്കും, ചിലർക്ക് നമ്പേഴ്സ് ആയിരിക്കാൻ പഠിക്കാൻ പറ്റാത്ത, ചിലർക്ക് വേർഡ്സ് എഴുതുമ്പോൾ അതിൽ കറക്റ്റ് ആയിട്ട് വേർഡ് എഴുതാൻ പറ്റുന്നുണ്ടാവില്ല എത്ര പഠിച്ചാലും. അങ്ങനെയുള്ള രീതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലേണിംഗ് ഡിസബിലിറ്റിനെ പ്രധാനമായിട്ടും 4ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന്. അപ്പോ ലേണിംഗ് ഡിസബിലിറ്റിയെ പ്രധാനമായിട്ടും 4ആയിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാണ്? ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, അതുപോലെ തന്നെ ഡിസ്പ്രാക്സിയ. ആ വൈകല്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം കൂടുതൽ പേരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വൈകല്യമാണ് പഠന വൈകല്യം. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് വൈകല്യങ്ങൾ നമ്മൾ മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കും അങ്ങനെ മറ്റു ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്നതാണ്. അപ്പൊ അതില് ഒട്ടും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് പഠന വൈകല്യം. അപ്പൊ പഠന വൈകല്യം ശ്രദ്ധിക്കാതെ പോയാന്ന് പറഞ്ഞാൽ പലതരം മാനസിക പ്രശ്നങ്ങളും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഇപ്പൊ നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. ഇപ്പൊ നമ്മളൊരു കാര്യം കൂടുതൽ എഫേർട്ട് കൊടുത്ത് ചെയ്തു, അപ്പൊ നമ്മൾ ഇപ്പൊ അതിന്റെ ഒരു റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തായാലും ഒരു വിഷമം ചെറുതായിട്ടെങ്കിലും കാണും. അപ്പൊ അതുപോലെ തന്നെ ഈ പഠന വൈകല്യമുള്ള കുട്ടികൾ എത്ര തന്നെ എഫേർട്ട് ചെയ്ത് പഠിച്ചാലും അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ അവരുടെ മനസ്സിലും അതിൻ്റെതായ ഒരു വിഷമം ഉണ്ടാകും. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ ആസ് എ സൈക്കോളജി സ്റ്റുഡന്റ് സൂയിസൈഡ് പ്രിവെൻഷൻ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കുട്ടികളുമായിട്ട് എനിക്ക് ഇന്ററാക്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു. അപ്പോ 5 കോളേജ് സ്റ്റുഡന്റുമായിട്ടാണ് ഞാൻ ഇന്ററാക്ട് ചെയ്തത്. അതിലെ 4 പേർക്ക് സൂയിസൈഡ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. ആ 4 പേരിൽ 3 പേർക്കും 10ാം ക്ലാസ്സിലെ സ്ട്രെസ് കാരണമാണ് ഇങ്ങനെ ഒരു തോന്നലുണ്ടായതെന്ന് പറഞ്ഞു. പഠന വൈകല്യം ഉണ്ടായിട്ടും ഇന്ന് ലോകം അറിയപ്പെടുന്ന ജീനിയസുകളായി മാറിയിട്ടുള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ അതെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ലിസ്റ്റിൽ ആദ്യമായിട്ടുള്ളത്
ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അപ്പൊ ലോകം അറിയപ്പെടുന്ന ഏറ്റവും ബുദ്ധിമാനായ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് ഐൻസ്റ്റീൻ. ഇദ്ദേഹത്തിന്റെ IQ 160 ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ E=mc², തിയറി ഓഫ് റിലേറ്റിവിറ്റി, അതുപോലെ തന്നെ ഈ ആറ്റം ബോംബൊക്കെ അറിഞ്ഞോ അറിയാതെയോ ആറ്റം ബോംബ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഇതിന്റെ ഒക്കെ ഒരു സംഭാവനകളൊക്കെ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഇദ്ദേഹത്തെ അധ്യാപകരും അതുപോലെ തന്നെ കുട്ടികളും മന്ദബുദ്ധി എന്നൊക്കെ വിളിച്ചിരുന്നു, മന്ദബുദ്ധിയാണെന്നൊക്കെ വിചാരിച്ചിരുന്നു. ബട്ട് ഇദ്ദേഹത്തിന്റെ അമ്മ ഇദ്ദേഹത്തിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്നു. ഇദ്ദേഹത്തെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിക്കും, ലോകം അറിയുന്ന ആള് ആക്കിയിരിക്കും എന്ന് ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ഒരു വാശിയുണ്ടായിരുന്നു. അവസാനം ഇദ്ദേഹം ലോകം അറിയുന്ന ഒരാളായി മാറുകയാണ് ഉണ്ടായത്. ഇനി നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി വരുന്നത് ലിയോണാർഡോ ഡാവിഞ്ചിയാണ്. ഡാവിഞ്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഗുരുതരമായ പഠനവൈകല്യം ഉണ്ടായിരുന്നു. ഇദ്ദേഹമാണ് പക്ഷെ ഇദ്ദേഹം വലിയൊരു ചിത്രകാരനായിരുന്നു. ആദ്യമായിട്ട് ഹെലികോപ്റ്ററിന്റെ വർക്കിംഗ് സ്കെച്ച് ഡിസൈൻ ചെയ്തത് ഇദ്ദേഹമായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹമാണ് നമ്മുടെ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്നത് തോമസ് ആൽവ എഡിസൺ ആണ്. ഇദ്ദേഹം ബൾബ് കണ്ടുപിടിച്ച വ്യക്തിയാണ്. 4ാം ക്ലാസ്സിലാവുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് 6 സ്കൂളുകളിൽ നിന്നാണ് ട്രാൻസ്ഫർ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 7ാമത് ഒരു സ്കൂളിലെത്തിയപ്പോൾ അവിടെ നിന്നും ഇദ്ദേഹത്തെ അധ്യാപകൻ പുറത്താക്കുകയാണ്. സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് എത്തിയപ്പോൾ എഡിസൺ അദ്ദേഹത്തിന്റെ അമ്മയോട് ആട്ലർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. അപ്പോ അതിന്റെ അർത്ഥം അവന്റെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധി എന്നാണ്. സോ എന്താണ് ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് അമ്മ എഡിസണോട് ചോദിച്ചപ്പോൾ അവൻ തന്റെ പോക്കറ്റില് അധ്യാപകൻ ഇട്ടു തന്നിട്ടുള്ള കുറിപ്പ് അമ്മയ്ക്ക് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആ അമ്മ എടുത്ത് ആ കുറിപ്പ് വായിച്ചു നോക്കുമ്പോൾ അതിന്റെ കണ്ടന്റ് ഇങ്ങനെയായിരുന്നു. അതായത് എഡിസന് മന്ദബുദ്ധിയാണ്, അദ്ദേഹത്തെ പഠിപ്പിക്കാൻ വിട്ടിട്ട് കാര്യമില്ല എന്ന രീതിയിലാണ് അധ്യാപകൻ എഴുതിയിട്ടുള്ളത്. പക്ഷെ അവിടെ എഡിസന്റെ അമ്മ മാറി ചിന്തിക്കുകയായിരുന്നു. ഇങ്ങനെ എഡിസന് ഭയങ്കര ബുദ്ധിജീവിയാണ്, അതുകൊണ്ട് പള്ളിക്കൂടത്ത് വിടേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ അവന്റെ അമ്മ അങ്ങനെ വായിക്കുകയാണ്. പിന്നീട് അവനെ അവിടെ വീട്ടിൽ തന്നെ ഇരുത്തി പഠിപ്പിച്ച് അങ്ങനെ വലിയൊരു ജീനിയസായി മാറുകയാണ് ഉണ്ടായത്. ഇങ്ങനെ എഡിസന്റെ അമ്മ എടുത്ത് മാറി ചിന്തിച്ചത് കൊണ്ടായിരിക്കണം അദ്ദേഹം ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു ജീനിയസായി മാറിയിട്ടുണ്ടാവുക. എഡിസണ് തന്റെ 19ാമത്തെ വയസ്സിൽ അമ്മയ്ക്ക് എഴുതിയിട്ടുള്ള കത്ത് ആണ് ഞാനിപ്പോ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ സ്ക്രീന് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ഈ ഇദ്ദേഹത്തിന്റെ പഠന വൈകല്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകും. അതായത് ഓരോ വാക്കിലും അക്ഷരത്തെറ്റ് കാണാം. ഇനി നമ്മുടെ ലിസ്റ്റില് 4ാമതായിട്ട് വരുന്നത് അക്ബർ ആണ്. അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഗൾ ചക്രവർത്തിയായിരുന്നു. ഇദ്ദേഹത്തിന് സ്വന്തം പേര് എഴുതുമ്പോൾ പോലും അക്ഷരത്തെറ്റുണ്ടായിരുന്നു. ഈ ഒരു ബുദ്ധിമുട്ട് കാരണം തന്നെ അദ്ദേഹം സ്വന്തം ജീവചരിത്രം മറ്റൊരാളെ കൊണ്ട് എഴുതിപ്പിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ 5ാമതായിട്ട് വരുന്നത് ജോർജ് പാറ്റൺ ആണ്. 2ാം ലോക മഹായുദ്ധത്ത് അമേരിക്കയെ നയിച്ചിട്ടുള്ള പടത്തലവനാണ്. ഇദ്ദേഹത്തിന്റെ അക്ഷരത്തെറ്റുകൾ മൂലം മറ്റൊരാളെ കൊണ്ട് സ്ക്രൈബ് എഴുതിപ്പിച്ചാണ് എക്സാം ഒക്കെ പാസ്സാക്കിയിരുന്നത്. പക്ഷെ നല്ല അസാമാന്യമായ ഓർമ്മശക്തി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോ ഈ ഒരു ഇത്ര വ്യക്തികളെ കുറിച്ചാണ് നമുക്ക് ഈ വീഡിയോയോട് പറയാനുള്ളത്. അപ്പൊ ഈ 5 വ്യക്തികളെ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർക്ക് ഗുരുതരമായ പഠന വൈകല്യം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഇവര് ഭാവിയിൽ ജീനിയസായി മാറുകയാണ് ഉണ്ടായത്. ഇവരെ എന്ന് പറഞ്ഞാൽ ഇവരെ ഇപ്പൊ സമൂഹം തന്നെ ഒറ്റപ്പെടുത്തിയാലും തന്നെ അവർക്ക് താങ്ങും തണലുമായിട്ട് ആളുകൾ ഉണ്ടായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. സോ നമ്മുടെ മക്കൾക്കും ഇങ്ങനെ പഠന വൈകല്യം ഉണ്ടെങ്കിൽ പോലും അവർ വിഷമിക്കേണ്ടതില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ബട്ട് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ഇരുന്നിട്ടും കാര്യമില്ല. നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്തിട്ട് നമ്മൾ കഴിവ് എവിടെയാണോ അതിനനുസരിച്ച് വർക്ക് ചെയ്തിട്ട് അതിനെ നല്ലൊരു നിലയ്ക്ക് എത്തിച്ചു കൊണ്ടുവരാണ് വേണ്ടത്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നവർ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക.